ഹായ് ഹലോ നമസ്കാരം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാവില്ല അല്ലേ? കാരണം നമ്മളൊരു മയക്ക് ഞാൻ ചോദിക്കാറുണ്ട് ഒരു മയക്ക് പിടിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അതിപ്പോൾ ചാർജ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിന്ന് രാവിലെ എണീച്ചിട്ട് വെറുതെ രാവിലെ അല്ല, ഒരു വൈകുന്നേരമായപ്പോഴേക്കും നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അല്ല, നമ്മൾ വണ്ടി എടുക്കുമ്പോൾ സ്റ്റാർട്ടാക്കി നോക്കാൻ പറ്റും അയം പിന്നെ എന്താ പറയാൻ നോക്കിയിട്ടില്ല. ഞാനിങ്ങനെ ആലോചിച്ചിട്ട് എന്താ പറയുക നോക്കിയത് ഞാൻ വൈഫിനോട് ചോദിക്കുകയാണ് എന്താ പറയാൻ നോക്കിയത്. അപ്പോൾ അവിടെ ജെമിനിയുടെ കാര്യമാണ്. അപ്പോൾ ജെമിനിയുടെ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ എല്ലാവർക്കും പറയാറുണ്ട് ഒരു ജെമിനി ആപ്പിൻ്റെ കാര്യം. അപ്പോൾ ചിലർക്കൊക്കെ അറിയാം, പക്ഷെ ചിലവർക്ക് അറിയില്ല. നമ്മുടെ വരുന്ന ആൾക്കാർക്ക് കൂടുതൽ അറിഞ്ഞത് ഞാൻ പ്രൊവൈഡ് ചെയ്തത് ഞാൻ പറഞ്ഞത് കാരണമാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫോണ് തുറക്കുമ്പോൾ നമുക്ക് ഇവിടെയാണ് ജെമിനി എന്നുള്ളത്. ഈ മേലെ രണ്ടാമത്തെ ഭാഗം ജെമിനി, ഇതാണ് ഈ സ്റ്റാറിൻ്റെ ചിഹ്നങ്ങളാണ് ജെമിനി എന്ന് കാണിക്കുന്നത്. നമ്മളതൊന്ന് ഓപ്പൺ ചെയ്യും. വെറുതെ ഒന്നുമില്ല, നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഞാനിതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാനതിൽ ചോദിച്ചിട്ടുണ്ട്. അതിന് ചോദിക്കണേ എവിടെ വെച്ചത് ഇതിൽ ഈ ഒരു 3 ഡോട്ട് ഉണ്ട്. അത് കൊടുത്താൽ നമ്മൾ ഇപ്പോൾ പുതിയ ചാറ്റ് എന്ന് കാണിക്കുന്നുണ്ട്, അതേപോലെ എൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കാണിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ലാസ്റ്റ് ചോദിച്ചത് ഒരു ഗുളികയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഗുളിക ഇത് എന്തിനാണെന്നുള്ളത് ഞാൻ ഇതിൽ അടിച്ചിട്ടുണ്ട്. ഇത് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് ശരിക്കും കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഇത് എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് എന്തിനാണെന്നുള്ളതൊന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അത് അതിൻ്റെ ഫോട്ടോ സഹിതം ഇതിൽ സംഭവമുണ്ട്, കാണിച്ചു തരാം. ഒന്ന് സ്ക്രോൾ ചെയ്താൽ മതി. സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫോട്ടോ ആണിത്. ഈ ഗുളികയാണ്. അപ്പോൾ ഇത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ജെമിനി പറഞ്ഞ ഉത്തരങ്ങളാണ്. ഞാൻ ബാക്ക് എടുക്കണം. ജെമിനി പറഞ്ഞ ഉത്തരങ്ങളാണ് ഇതിൽ ചിത്രത്തിൽ കാണുന്ന ഈ ടാബ്ലറ്റ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് എന്തും അങ്ങനെ ചോദിക്കാവുന്ന ഒരു ആപ്ലിക്കേഷനും കൂടിയാണ് ജെമിനി. പിന്നെ ചാറ്റ് GPT ഉണ്ട്. അതേപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ വോയിസ് കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്ത് അയക്കുമ്പോൾ നമ്മൾ ഇതിൽ ഈ പ്ലസ് ബട്ടൺ ഉണ്ടാവും. ഈ പ്ലസ് ബട്ടൺ അമർത്തിയതിന് ശേഷം നമ്മൾ ഒരു ക്യാമറ ചിഹ്നം ഉണ്ടാവും. ഇതിൽ ക്യാമറ ചിഹ്നം എടുത്തതിന് ശേഷം നമുക്ക് ഏത് ഫോട്ടോ ആണ് അയക്കേണ്ടത് അത് നമുക്ക് അയച്ചു കൊടുത്തതിന് ശേഷം കണ്ടപ്പോൾ ഇതിൽ കാണുന്നുണ്ടോ, ക്യാമറയിൽ കാണുന്നുണ്ടോ എൻ്റെ ചിത്രം. അപ്പോൾ ഈ അയച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ഫോട്ടോ എടുത്താൽ ഇതൊക്കെ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ഉണ്ടാവും. കണ്ടോ, ഈ അറ്റാച്ചിൽ നമ്മൾ ഒന്ന് നീക്കി കൊടുത്താൽ നേരെ എനിക്ക് പോകും. ഇപ്പോൾ ഈ അറ്റാച്ച് ഇതാവും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ്. അറ്റാച്ച് കൊടുത്തു. എന്നിട്ട് നമുക്ക് അതിൽ ഇങ്ങനെ ഉണ്ടോ ഫോട്ടോ അതിൽ അറ്റാച്ച് ആയിട്ടുണ്ടാവും ഈ ഭാഗത്ത്. അപ്പോൾ ഇതൊരു അറ്റാച്ചായിട്ടുണ്ടാവും. ഈ അറ്റാച്ചിലൊന്ന് കൊടുക്കുക. അറ്റാച്ചിൽ കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ ഫോട്ടോ വന്നു, മേലെ കണ്ട ഫോട്ടോ വന്നു. നമുക്കിതിൽ എഴുതി കൊടുക്കുക ഇതെന്താണെന്ന് ചോദിച്ചാലും മതി. ഇനി ടൈപ്പ് ചെയ്യാൻ അറിയാത്തവർക്ക് നമ്മൾ ഇതിൽ ഇവിടെ മൈക്കടച്ചിന് ഉണ്ടാവും. മൈക്കടച്ചിന് കണ്ടോ, ഈ മൈക്കടച്ചിന് എടുത്തിട്ട് നമ്മൾ മൈക്കടച്ചിനെ എടുക്കണം കേട്ടോ. മൈക്കടച്ചിന് എടുത്തതിന് ശേഷം നമ്മൾ ഇതെന്താണെന്ന് അടിച്ചാൽ അത് ആവശ്യമല്ല. കണ്ടോ, ആദ്യത്തെ ചിത്രത്തിലുണ്ടായിരുന്ന ഇറ്റോഫിലിൻ ആൻഡ് തിയോഫിലിൻ ടാബ്ലറ്റുകളെ കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ അത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കേണ്ട ഒരു പ്രിസ്ക്രിപ്ഷൻ മരുന്നാണ്. അതുകൊണ്ട് ഈ മരുന്ന് എന്തിനാണ്, എത്ര അളവിൽ കഴിക്കണം, എത്ര ദിവസം കഴിക്കണം എന്നെല്ലാം നിങ്ങളുടെ ചികിത്സാ ഡോക്ടറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇത് നമ്മൾ എന്തിനാന്നുള്ളത് നമുക്ക് അറിയും. എന്തിനായി മരുന്ന്, പിന്നെ ഡോക്ടർ എഴുതിയ മാതിരിയാണ് ഇത് എപ്പോൾ കഴിക്കണം. നമ്മളിപ്പോൾ ഒരു ലിസ്റ്റ് എടുത്ത് വിചാരിച്ചു. ഇപ്പോൾ ഒരു ഡോക്ടറുടെ ലിസ്റ്റ് നമുക്ക് കിട്ടി. ആ ലിസ്റ്റ് ഇതിൽ ഫോട്ടോ നമ്മൾ ഈ പ്ലസ് ബട്ടൺ അമർത്തിയതിന് ശേഷം ക്യാമറ എടുത്തതിന് ശേഷം നമുക്ക് ആ ലിസ്റ്റ് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അടിച്ചു കൊടുത്താൽ ഇതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതേപോലെ നമ്മളിപ്പോൾ ഇനി മുന്നേ നമ്മൾ ചാറ്റ് ചെയ്ത സംഭവങ്ങൾ കാണണമെങ്കിൽ ബാക്ക് എടുക്കുക. ഇതിൽ ഇവിടെ ഈ 3 വര ഡോട്ട് കണ്ടോ, 3 വര കണ്ടോ. ഈ 3 വരയിൽ പോയാൽ തന്നെ നമുക്ക് ഏതൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ ചാറ്റ് ചെയ്തത് എന്താ. പിന്നെ അതേപോലെ നമ്മൾ ജെമിനിയോട് പറയുകയാണ്, ബാക്ക് എടുക്കുകയാണ്. ജെമിനിയോട് പറയുകയാണ് ഇവിടെ വോയിസ് ചെയ്തിട്ട് നമുക്ക് ഈ മൈക്കടച്ചിൻ്റെ അടുത്ത് വോയിസ് ചെയ്തിട്ട് ജെമിനി ഈ കാര്യം ഒന്ന് ഓർമ്മിക്കണം കേട്ടോ നാളെ എന്ന് പറഞ്ഞാലും ജെമിനി അതിന് റീപ്ലൈ തരും. പിന്നെ അതേപോലെ എന്നെ 5 മണിക്ക് എണീപ്പിക്കണേ എന്ന് പറഞ്ഞാലും ജെമിനി നമുക്ക് ഒരു അലറാം വയ്ക്കുന്നത് രാവിലെ 5 മണിക്ക് എണീപ്പിക്കണം. അതേപോലെ നമ്മൾ പറയുകയാണ് ഇന്ന സാധനം ഇന്നോടത്ത് വെച്ചിട്ടുണ്ട് ജെമിനി അതൊന്ന് ഓർക്കണേ എന്ന് പറഞ്ഞാൽ ജെമിനി കറക്റ്റായിട്ട് അത് ഓർത്ത് വയ്ക്കും. പിന്നെ നമ്മൾ എപ്പോൾ ചോദിച്ചാലും നമുക്കത് പറയും. പക്ഷേ നമ്മൾ എന്താ വെച്ചാൽ ജിമെയിലും പാസ്വേഡ് നമ്മൾ ഏത് ജിമെയിലാണോ നമ്മളിത് ഉപയോഗിക്കുന്നത്, നമ്മൾ ഏത് പാസ്വേഡിലാണോ ഉപയോഗിക്കുന്നത്, നമ്മൾ പാസ്വേഡല്ല ഗൂഗിൾ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഗൂഗിൾ വെച്ച് ചെയ്യുമ്പോൾ ആ ജിമെയിലുള്ളതാണ് പറയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അതൊക്കെ എന്ത് മറന്നാലും ഇത് ഓർമ്മിച്ച് തരും. അതേപോലെ നമ്മളിപ്പോൾ ഒരു കണക്ക് ചോദിക്കുകയാണ്, ഇപ്പോൾ എത്ര ബിൽഡിംഗ്, ഇപ്പോൾ ഇതിൽ ഇത് ഒരു ചിഹ്നം കണ്ടുണ്ട് ഇവിടെ 3 വര ഒരു സ്റ്റാറും. ഈ 3 വര സ്റ്റാറുള്ളടത്ത് നമ്മൾ അമർത്തിച്ച് നമുക്ക് ഒരു ഉദാഹരണം കാണിച്ചത്. ഹായ് ജെമിനി, എന്ത് പറയുന്ന സുഖമാണോ? ഹായ്, എനിക്ക് സുഖമാണ്. നിങ്ങളോ, എന്താണ് വിശേഷം? ഇന്ന് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സഹായിക്കേണ്ടത്? നമ്മൾ പറയുന്നത് കേൾക്കണ്ട എന്നുണ്ടെങ്കിൽ ഇതിൽ ചിലവർക്ക് അത് കിട്ടുള്ളൂ. ആ മൈക്കിടെ അമർത്തി കൊടുത്താൽ
സാധാരണയായി ആപ്പ് സ്ക്രീനിൽ ഒരു മൈക്ക് ഐക്കൺ ഉണ്ടാകും. അത് ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് മൈക്ക് മ്യൂട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭാഷണം അവസാനിപ്പിക്കുകയും ചെയ്യാം. എന്താണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം ഇതിൽ വോയിസ് കേൾക്കില്ല, അവർ ജെമിനി വോയിസ് കേൾക്കില്ല. ജെമിനിയോട് എന്താണ് നിങ്ങൾ ചോദിക്കുന്നത് കറക്റ്റായിട്ട് ചോദിച്ചാലാണ് ജെമിനി കറക്റ്റായിട്ട് പറയുള്ളൂ. അപ്പോൾ എന്നൊരു വേറൊരു സംഭവം ചോദിക്കാം. ജെമിനി, നമുക്ക് ഒരു വണ്ടി, അതായത് ഡിസ്കവർ വണ്ടി എന്തുകൊണ്ടാണ് സ്റ്റാർട്ട് ആവാത്തത്? മൈക്ക് ഓഫ് ചെയ്തു. ഒരു ലാൻഡ് റോവർ ഡിസ്കവറി വാഹനം സ്റ്റാർട്ട് ആവാതിരിക്കാൻ പല കാരണങ്ങൾ ഉണ്ടാകാം. ഏറ്റവും സാധാരണമായ കാരണം ബാറ്ററിയിൽ നിന്നാണ്. ബാറ്ററി തീർന്നു പോയെങ്കിലോ കണക്ഷൻ ലൂസ് ആയാലോ വണ്ടി സ്റ്റാർട്ട് ആവില്ല. അതുപോലെ സ്റ്റാർട്ടർ മോട്ടറിലെ തകരാറോ ഇന്ധനം തീർന്നു പോയതോ അല്ലെങ്കിൽ സെക്യൂരിറ്റി സിസ്റ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ ആകാം. നിങ്ങളുടെ വണ്ടിയിൽ എന്തെങ്കിലും പ്രത്യേക ശബ്ദം കേൾക്കുന്നുണ്ടോ, അതോ ഡാഷ്ബോർഡിലെ ലൈറ്റുകൾ കത്തുന്നുണ്ടോ? ഇതുകൂടി പറഞ്ഞാൽ കൂടുതൽ കൃത്യമായി പറയാൻ പറ്റും. ഇങ്ങനെയും പറയാം. ഞാൻ വേറൊരു ഇപ്പോൾ ഞാൻ പറയാണ്, ചോദിക്കണം കേട്ടോ. അല്ല, ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട്, പക്ഷേ എത്ര ഇട്ടിട്ടും സ്റ്റാർട്ട് ആവണില്ല. പിന്നെ അതേപോലെ കുറച്ച് നേരം സ്റ്റാർട്ട് ആവും, പിന്നെ തന്നെ ഓഫ് ആവും. പിന്നെയും കുറേ നേരം കിക്കർ അടിച്ചാൽ കുറച്ച് നേരം സ്റ്റാർട്ട് ആവും, പിന്നെയും ഓഫ് ആവും. അതെന്താ കാരണം ഉണ്ടാവുക? മൈക്ക് ഓഫ് ചെയ്യും. ഇങ്ങനെ സംഭവിക്കുന്നതിന് പ്രധാനമായും ചില കാരണങ്ങൾ ഉണ്ടാകാം. ഒന്ന്, ഇന്ധന വിതരണത്തിലെ തകരാറായിരിക്കാം. ഒരുപക്ഷെ ഇന്ധന ഫിൽറ്റർ അടഞ്ഞിരിക്കുകയോ ഇന്ധന പമ്പ് ശരിയായി പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യാം. മറ്റൊന്ന്, എയർ ഫിൽറ്ററോ സെൻസറുകളോ സംബന്ധിച്ച പ്രശ്നങ്ങളായിരിക്കാം. ഉദാഹരണത്തിന് മാസ് എയർ ഫ്ലോ സെൻസർ. ചിലപ്പോൾ സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ തകരാർ കാരണവും വണ്ടി സ്റ്റാർട്ടായി പെട്ടെന്ന് ഓഫാകാം. നിങ്ങളുടെ വണ്ടി ഡീസലാണോ അതോ പെട്രോൾ ആണോ എന്ന് പറയാമോ? അപ്പോൾ ഞാനിതിന് ബൈക്കാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഇനി ബൈക്കാണ്, പഴയ ബൈക്കാണെന്ന് പറഞ്ഞാൽ എന്താ പറയുക നോക്കാം. അത് ബൈക്കാണ്, പഴയ ബൈക്കാണ്, 2011 ഡിസ്കവർ, പഴയ ഡിസ്കവറാണ്, 2011 മോഡൽ. അപ്പോൾ ഇതൊരു ബൈക്കാണ്, 2011 മോഡൽ പഴയ ഡിസ്കവർ. ഇങ്ങനെ സംഭവിക്കാൻ പ്രധാനമായും രണ്ട് കാര്യങ്ങളാകാം കാരണം. ഒന്ന്, കാർബറേറ്റർ വൃത്തികേടായിരിക്കാം, അല്ലെങ്കിൽ അതിലെ ജെറ്റ് അടഞ്ഞിരിക്കാം. രണ്ടാമതായി, സ്പാർക്ക് പ്ലഗിന് എന്തെങ്കിലും തകരാറുണ്ടായിരിക്കാം. അതുമൂലം കത്തൽ ശരിയാകാതെ വണ്ടി ഓഫാകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് പരിശോധിക്കുന്നത് നമ്മൾ ആദ്യം എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഞാൻ ഇവിടെ ഞെക്കുന്നത് സ്പാർക്ക് പ്ലഗ് പരിശോധിക്കുന്നതാണ് നല്ലത്. അത് അഴിച്ചു നോക്കി അതിൽ കറുത്ത നിറമോ അഴുക്കോ ഉണ്ടോ എന്ന് നോക്കുക. അത് വൃത്തിയാക്കിയോ അല്ലെങ്കിൽ പുതിയത് മാറ്റിയോ നോക്കാം. എന്നിട്ടും പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അടുത്തതായി കാർബറേറ്റർ പരിശോധിക്കേണ്ടി വരും. ഈ സംഭവം നമുക്കങ്ങനെ എന്തും ഇപ്പോൾ നമ്മുടെ മുട്ടുവേനയാണ്, കൈവേനയാണ്, അല്ലെങ്കിൽ വേറെ ഒരു എക്സ്റേ കാണിച്ചു, ഒരു എക്സ്റേ എടുത്ത് ഫോട്ടോ അയച്ചു, എന്താണ് പ്രശ്നം? ഒരു ലാബ് നമ്മൾ ആശുപത്രി പോകാറുള്ളവരല്ലേ, നമ്മൾ ആശുപത്രി പോയി ഒരു ലാബ് നമുക്ക് രക്തം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു, രക്തം ടെസ്റ്റ് ചെയ്തു, റിസൾട്ട് കിട്ടി, നമുക്ക് നോക്കി ഒന്നും അറിയില്ല ഇതെന്താണ് ഇതേതാണെന്നും അറിയില്ല. പക്ഷേ ഈ ഫോട്ടോ അത് ജെമിനിക്ക് കൊടുത്താൽ അവർ കറക്റ്റായിട്ട് ഇന്ന സംഭവമാണ്, ഇതിന് ഇന്നത് ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാൽ അത് കറക്റ്റായിട്ട് പറയും. പക്ഷേ എന്നാലും ലാസ്റ്റ് പറയും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒന്നും ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങനെ സംസാരിച്ചും ചെയ്യാം, നമുക്ക് അതിൽ ടൈപ്പ് ചെയ്തിട്ടും പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ജെമിനിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ബൈക്കിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ തന്നെ, ബൈക്ക് ഞാൻ സ്റ്റാർട്ടാക്കി നോക്കി, സ്റ്റാർട്ടാവണില്ല. ചാവി നേരെ തിരിച്ചു നോക്കി, സ്റ്റാർട്ടാവണില്ല. പിന്നെ ഞാൻ നേരെ നോക്കിയത് പ്ലഗ് ഇല്ലേ, സ്പാർക്ക് പ്ലഗ് അഴിച്ചിട്ട് അതിൻ്റെ വയർ ഊരിയിട്ട് വെറുതെ ഞാൻ നോക്കിയിട്ട് സ്റ്റാർട്ടാവണേ ഇല്ല. പഴയ വണ്ടിയാണ്, സ്റ്റാർട്ടാവണില്ല. ലാസ്റ്റ് പ്ലഗ് അതിൽ കുത്തി നേരെ പ്ലഗ് വെച്ചിട്ടൊന്ന് നോക്കി, ആ പോയിന്റ് കണക്ടർ വെച്ചിട്ടൊന്ന് നോക്കി, അതിന് സ്റ്റാർട്ടാക്കി നോക്കി. കിക്കറാണ്, സ്വിച്ച് ഉണ്ട്, പക്ഷേ അത് കേടാണ്. നോക്കി സ്റ്റാർട്ടാവണില്ല. ലാസ്റ്റ് ഞാൻ ഈ എണ്ണ വരുന്നുണ്ടെന്ന്, എണ്ണയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അതായത് നമ്മുടെ ഈ ഓഫാക്കണം ഓണാക്കണം വാൾവുണ്ടല്ലോ, എണ്ണ വരുമ്പോൾ അതും തിരിച്ചു നോക്കി, പൈപ്പ് ഊരിയിട്ട്. പക്ഷെ അതിൽ എണ്ണ വരുന്നുണ്ട്, വേറെ അതിന് പ്രശ്നമില്ല. ലാസ്റ്റ് ഞാൻ ഫിൽറ്റർ, അതായത് നമ്മുടെ കാർബറേറ്റർ അയച്ചു. അതും ഈസിയാണ് കാർബറേറ്റർ അയക്കാൻ. കുറേ വണ്ടിയല്ലേ, പെട്ടെന്ന് കിട്ടും. കുറേ സംഭവങ്ങൾ ഒന്നും വേണ്ട, ഒരു സ്ക്രൂ ഡ്രൈവർ, ഒരു സ്പാനറും മതി. 8-9 സ്പാനറും ഒരു സ്ക്രൂ ഡ്രൈവറും മതി. ഇതഴിച്ച് അതിൻ്റെ ഉള്ളിലത്തെ എണ്ണ കുറച്ചുണ്ടാവുമല്ലോ, കാർബറേറ്റർ തന്നെയൊക്കെ എണ്ണ, അത് കുറച്ച് കളഞ്ഞു. എന്നിട്ട് ഇത് വെച്ച് ഫിറ്റ് ചെയ്തു. ആദ്യം ഊതി നോക്കിയിട്ടോ, പൈപ്പിൽ നിന്ന് നമ്മുടെ ഈ ഇത് വരുന്നില്ല, അതായത് വാൾവ് എണ്ണ ഓഫാക്കണതും ഓണാക്കണതുള്ള വാൾവിൽ നിന്ന് പൈപ്പ് വരുന്നുണ്ടല്ലോ, ആ പൈപ്പ് കൊണ്ട് ഊരിയിട്ട് ഇങ്ങനെ ഊതി നോക്കുമ്പോൾ അതിൽ ഒന്നും പോണില്ല, കാറ്റും പോണില്ല, ഒന്നും പോണില്ല, അങ്ങനെ അടഞ്ഞിരിക്കുക. അപ്പോൾ എനിക്കത് അറിയില്ല എന്താ സംഭവം എന്നല്ലത്. ചിലപ്പോൾ ഇത് കൊണ്ടായിരിക്കും, എണ്ണ ഫില്ലായത് കൊണ്ടായിരിക്കും അത് എന്താ പോവാത്തത്, അങ്ങനെ ഞാൻ വിചാരിച്ചത്. എന്നിട്ട് കാറ്റ് പോവാത്തത് എന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ ഇപ്പുറത്തുനിന്ന് ഓവർഫ്ലോ പൈപ്പ് ഉണ്ടല്ലോ, അതിൽ ഓവർഫ്ലോ പൈപ്പ് ഉണ്ട്, ഈ കാർബറേറ്ററിൽ തന്നെ വരുന്ന ഓവർഫ്ലോ പൈപ്പ് ഉണ്ട്, അതൊന്ന് ഊതി നോക്കി. അത് ഊതുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അതിൽ കാറ്റൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഞാൻ ഇത് അയച്ചു, പിന്നെ സ്റ്റാർട്ടാക്കി നോക്കി, സ്റ്റാർട്ടാവണില്ല സാധനം. അതിൽ കുറച്ച് ഫസ്റ്റ് ഗിയർ ഇട്ട് അങ്ങോട്ടും തള്ളി, പിന്നെ അങ്ങോട്ടും തള്ളി, ഇരുന്നിട്ട് അങ്ങോട്ടും തള്ളി. അതിൽ കുറച്ച് നേരം സ്റ്റാർട്ടായാലും കുറച്ച് പറഞ്ഞാൽ അപ്പം തന്നെ ഓഫ് ആവും. അതിൽ ഈ സാധനങ്ങളൊക്കെ അയച്ചു, കാർബറേറ്റർ അയച്ച് അതിൻ്റെ ഉള്ളിൽ എണ്ണ കളഞ്ഞിട്ട് ഊതി നോക്കുമ്പോൾ സാധനം കാറ്റ് പോകുന്നുണ്ട്. ഇപ്പുറത്തെ ഓവർഫ്ലോ പൈപ്പ് ഉണ്ടായി, അതും ഊതി നോക്കുമ്പോൾ അതും കാറ്റ് പോകുന്നുണ്ട്, കുഴപ്പമില്ല. അതിൽ ഞാൻ എന്ത് ചെയ്തു, ഈ സാധനം ഫിറ്റ് ചെയ്തിട്ട് ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി വെച്ചു. ആദ്യം 1-2 വട്ടം സ്റ്റാർട്ടായില്ല, പിന്നെ സംഭവം സ്റ്റാർട്ടായി, പിന്നെ റെഡിയായി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓഫായി. അതിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് വീണ്ടും വണ്ടി സ്റ്റാർട്ടായി. ഫസ്റ്റ് കയറിയിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ, ഇങ്ങനെ ഓടി ഒരു റൗണ്ട് നമ്മുടെ മുറ്റത്ത് കൂടെ തന്നെ ഓടി.
കുറച്ച് കഴിയുമ്പോൾ ഓഫായി. വീണ്ടും കുറച്ച് നേരം റിസീവ് ആക്സിഡൻറ്റ് കൂടി വണ്ടി ശരിയായി, ചുരുക്കി പറഞ്ഞാൽ വണ്ടി ശരിയായി. അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഫസ്റ്റ് സ്പാർക്ക് പ്ലഗ് എന്ന് ചിലപ്പോൾ ഇത് വരുന്നുണ്ടാവും. പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ ജെമിനി പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ജെമിനിയോട് ചോദിച്ചിട്ടല്ല ഞാനിത് ചെക്ക് ചെയ്തത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് കേൾപ്പിച്ചു തന്നുള്ളൂ. കാരണം എനിക്ക് അപ്പോൾ ഈ സാധനത്തിൽ ചാർജ് ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കറണ്ടും പോയി, ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ സത്യം പറയുമ്പോഴാണ് ഓരോ സംഭവം നിമിത്തങ്ങൾ സംഭവിക്കുന്നുണ്ട്. സത്യം ഇത് നുണയല്ല, സത്യമാണ്. എന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്തു. കാരണം നമ്മൾക്ക് ചെറിയ വർക്കൊക്കെ അറിയാം, കുറേ ഇലക്ട്രോണിക് സാധനങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊന്നും കാര്യമില്ല എന്നുള്ളൂ. ഇപ്പോൾ ടി വിയുടെ അവിടെ ടി വി ഇരിക്കുന്നുണ്ടല്ലോ, ആ ടി വിയുടെ നമുക്കൊരു ഒരു ഇത് എന്താ ഒരു 4 സൈഡിൽ കളറായിരുന്നു, 4 ചോപ്പ് പച്ച അങ്ങനെ കളറായിരുന്നു. അപ്പോൾ ആ കളർ മാറ്റി. പിന്നെ അതിന് ശേഷം ഈ സാധനം ഒന്ന് അഴിച്ചു ഞാൻ. എന്താ വെച്ചാൽ കുറേ മാറാലി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അഴിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ മാറാലി സംഭവങ്ങളൊക്കെ ക്ലീനാക്കി ബോർഡൊക്കെ റെഡിയാക്കി എന്നിട്ട് ഫിറ്റ് ചെയ്തു. ആദ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഓടനൊക്കെ ഉണ്ടായിരുന്നു, നീല കളറൊക്കെ ഉണ്ടായിരുന്നു, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ഗ്രെയിംസ് ഉണ്ടായിരുന്നു. പിന്നെ അത് കളറിലേക്ക് ആക്കി നീല കളറായി, ബ്ലൂ കളറായി. എന്നിട്ടൊക്കെ അഴിച്ച് റെഡിയാക്കി. അതിന് ശേഷം ഈ സാധനം ഓണാവണില്ല, റിമോട്ടില്ല, അതിന് +P ചാനൽ മാറ്റുന്ന ബട്ടണാണ് നോക്കിയത്, അത് ഓണാവണില്ല. അതിൽ ഞാൻ എന്ത് ചെയ്തു, ഈ സാധനം വീണ്ടും അയച്ചിട്ട് കുറേ ചെക്ക് ചെയ്തു, അവിടെ എന്തെങ്കിലും ഉണ്ടോ, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ. സത്യം പറയാൻ എനിക്ക് മാനുവലായിട്ടാണ് ചെക്ക് ചെയ്യാൻ അറിയില്ല. ഞാൻ കണ്ണുകൊണ്ട് നോക്കിയിട്ട് ഇങ്ങനെ അവിടെ എന്തെങ്കിലും ഉണ്ടോ, പ്രശ്നം പൊട്ടിയെന്നോ തകരാറാണോ അങ്ങനെയൊക്കെ നോക്കി. ഇത് പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു സംഭവങ്ങൾ നിങ്ങൾ എന്തെങ്കിലും പിടിക്കാനതിൻ്റെ മുന്നേ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പരിപാടിയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അയക്കാൻ പറ്റുന്നത് സൂക്ഷിച്ച് അയക്കുക. പിന്നെ ടി വി കഴിക്കുമ്പോൾ അതിനൊരു മേലൊരു കപ്പ് ഉണ്ടാവും, ടിവിയുടെ പിക്ചർ ട്യൂബിൻ്റെ മേലെ ഒരു കപ്പ് ഉണ്ടാവും. ആ കപ്പ് ഈ സാധനം ബോർഡും അതിൻ്റെ തൊട്ടുണ്ടാവും, മദർ ബോർഡ് ഉണ്ടാവും. ഈ ബോർഡൊക്കെ തൊടുമ്പോൾ സൂക്ഷിച്ചു വിടുക. കാരണം ഇതിപ്പോൾ നമ്മുടെ കറണ്ട് എന്ന് വരുന്നത് 240 വോൾട്ടാണ്. പക്ഷേ ടി വിക്ക് ആകുമ്പോൾ അത് 1000 വോൾട്ടായി മാറും. അപ്പോൾ ഈ 240 വോൾട്ട് നമുക്ക് അടിച്ചാൽ തന്നെ നമുക്കറിയാം എത്ര ഉണ്ട് നമുക്ക് ഷോക്ക് അടിക്കുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ 1000 വോൾട്ട് അടിച്ചാൽ എന്തായിരിക്കും, ഇരട്ടിയായിരിക്കും, തലയ്ക്കാണ്ട് കയറും. അപ്പോൾ ആൾ ക്ലോസ് ആകും, ചിലപ്പോൾ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സാധനം എടുക്കുമ്പോൾ ഇതിൻ്റെ ഇറത്ത്, അതായത് ഈ ഒരു മേലെ ഒരു കപ്പ് മാതിരി ഉണ്ടാവും, എന്താ ഒരു വയർ മേലേക്ക് പിക്ചർ ട്യൂബിൻ്റെ അവിടെ നിന്ന് LNB അങ്ങനെ സംഭവം പറയും. ഞാൻ ഇപ്പോഴും തിരിക്കുകയല്ല, ഞാൻ കൺസ്ട്രക്ഷൻ വർക്കാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അത് ഇതിലേക്ക് വരികയുള്ളൂ. അപ്പോൾ LNK അങ്ങനെ എന്തോ പറയും. അപ്പോൾ ഈ സാധനത്തിൻ്റെ ഒരു സ്വിച്ച്, ഒരു വയർ കൂട്ടുണ്ടാവും. ആ വയർ അതിലാണ് ഈ കപ്പ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിന്നൊക്കെ ഡിസ്ചാർജ് ചെയ്തിട്ട് വേണം നിങ്ങൾ അഴിക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തന്നെ അടിച്ചു പോകും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ സാധനം എല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു സാധനം പൊട്ടിയാണ്. എവിടെയാ സാധനം ഉണ്ട്, ഞാൻ കാണിച്ചത്. ആ സാധനം ഞാൻ പോയി മേടിച്ചു. ഇവിടെ ഉണ്ട് തോന്നാണ്ട്. ഇത് ഞാൻ പൊട്ടിച്ചെടുത്തതാണ്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിച്ചെടുത്താണ്. ഈ സാധനമാണ് പോയത്. ഇവിടെ ഒരു മാർക്ക് കാണാം, ഒരു പൊട്ടൽ കാണാണ്ട. ഇവിടെ ടോർച്ച് അടിച്ചാൽ ഇതാ ഒരു പൊട്ടൽ കാണാണ്ട. അങ്ങനെയൊക്കെ കാണില്ല, ഇങ്ങനെയാണ് ഇതൊരു പൊട്ടൽ. ഇവിടെ എന്താ ഒരു പൊട്ടലുണ്ട്. അതേപോലെ ഈ ഭാഗം ചെറുതായിട്ട് കരിഞ്ഞായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിലിക്കം കേട്ടായിരുന്നു, ഒരു കിലിങ്ങിൽ. അപ്പോൾ ആ സാധനം നേരാക്കി. ഇപ്പോൾ കുഴപ്പമില്ല ടി വി. ഇപ്പോൾ അതിൽ കുറച്ച് റിസീവർ കണക്ട് ചെയ്യണം. പിന്നെ അതേപോലെ ഡിഷ് വീട്ടിലുണ്ട് തോന്നുന്നു, നമ്മൾ ഉപയോഗിച്ച് പഴയ ഡിഷ് ഉണ്ട്, അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്യണം. അപ്പോൾ അതാണ് ടി വിയുടെ പ്രശ്നമായി. വേറെ ഒന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ചെറിയ സംഭവങ്ങൾ ഞാൻ അപ്പോൾ എന്തെങ്കിലും നേരാക്കുക വെച്ചാൽ തന്നെ കുട്ടിയോട് പറയും, ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് അത് കാണും, ഇതാണ് കേട്ടോ അതിൻ്റെ പ്ലഗ്, ഇതാണ് കേട്ടോ അതിൻ്റെ റെസിസ്റ്റർ, ഇതാണ് ഇതിൻ്റെ കപ്പാസിറ്റർ, അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് കുട്ടി. അതും ഒപ്പം ഇരുന്ന് എന്തെങ്കിലും ചെറുതായിട്ട് നേരാക്കും. പിന്നെ അതേപോലെ അങ്ങനെ ഓരോ സാധനങ്ങൾ നേരാക്കുമ്പോൾ ഇപ്പോൾ ഒരു ടോർച്ച് നേരാക്കണം. ഞാൻ ഇവിടെ പോയി ഒരു ആക്രിക്കടയിൽ വെറുതെ ജസ്റ്റ് പോയതാണ്. അവിടെ പോയപ്പോൾ ഒരു എമർജൻസി, ഇപ്പോഴൊന്നുമല്ല, മുന്നേ ഒരു വർഷമോ 1.5 വർഷം മുന്നേ, 1 വർഷമായിട്ടുണ്ടാവും. ഒരു എമർജൻസി ഉണ്ട്, നല്ല ടിപ്പ് ടോപ്പായിട്ടുള്ള എമർജൻസി, അധികം ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ആ സാധനം ഒരു 300 രൂപയ്ക്കോ 200 രൂപയ്ക്ക് മറ്റേക്ക് തന്നു, 200-300 രൂപയ്ക്ക് തന്നപ്പോൾ ആക്രിക്കടയിൽ പോയി അങ്ങനെ സാധനങ്ങൾ കിട്ടും. തന്നപ്പോൾ നല്ല സാധനമായിരുന്നു. അത് അയച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഒരു കേടുമില്ല. കപ്പാസിറ്റർ 20 രൂപ കേട്. അതിന് വില എത്രയാണെന്ന് അറിയാം, എമർജൻസിക്ക് 3000 രൂപ വിലയാണ്. 3000 രൂപ വിലയുടെ 20 രൂപ കേടിനാണ് ആ വീട്ടുകാരെടുത്തിട്ട് ഈ പഴയ പഴയ സാധനങ്ങൾ കൊടുക്കുന്നവർക്ക് കൊടുക്കുന്നത്. ഒന്ന് നോക്കി നോക്ക്. ഞാൻ ആ സാധനം എടുത്ത് നോക്കി ഇവിടുന്ന് അഴിച്ചിട്ട് നോക്കുമ്പോൾ ഒരു കപ്പാസിറ്റർ മാത്രമേ പോയിട്ടുള്ളൂ, 20 രൂപയുടെ സാധനം. പിന്നെ ബാറ്ററി എന്തോ ചെറുതായിട്ട് ഡാമേജ് ഉണ്ടായിരുന്നു, കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ടില്ല തോന്നുന്നത്. അത് മേടിച്ചിട്ട് ഒരു കൊല്ലം 1.5 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്ക് ഇതിൻ്റെ കപ്പാസിറ്റർ അടിച്ച് പോയി, ബാറ്ററി കുറച്ച് ദിവസം ഉപയോഗിക്കാനായിട്ട് അതിന് ചാർജും കഴിഞ്ഞു. ബാറ്ററി പിന്നെ ഒരു 500 രൂപ ഉണ്ടാവും. ഞാൻ ഈ ബാറ്ററി ബൂസ്റ്റ് ചെയ്തപ്പോൾ ഒരു വിത്തർ റെഡിയായി. എന്നാലും സാധനം കുഴപ്പമില്ല. ഞാനതെന്ത് ചെയ്തു, നമ്മുടെ വേറെ ബന്ധുക്കാർ കൂട്ടുകാർക്ക്
അതേപോലെ ഒരു ഇഞ്ചക്ഷൻ കുക്കർ എല്ലായിടത്തും നമ്മുടെ കൂട്ടുകാരന്മാർ ഇഞ്ചക്ഷൻ കുക്കർ ഇവനെല്ലായിടത്തും കൊണ്ടായിരുന്നു, എല്ലായിടത്തും കൊണ്ട് അവൻ പറഞ്ഞു കേട്ടോ, എല്ലായിടത്തും കൊണ്ട് എപ്പോഴത്തേക്കും ശരിയായിട്ടില്ല അത്ര. ലാസ്റ്റ് ഞാൻ അതിൻ്റെ IGBT ഒന്ന് മാറ്റി, ഇഞ്ചക്ഷൻ കുക്കറിൻ്റെ IGBT ഒന്ന് മാറ്റി. പിന്നെന്താ അതിൻ്റെ ചെറിയൊരു കപ്പാസിറ്ററോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. ഇത് അതിൻ്റെ എന്താ പവർ പ്ലഗ് എന്ന് വരുന്ന പോയിന്റിൽ ഇതുണ്ടായിരുന്നു, എന്താ അതിൻ്റെ പ്രിന്റ് പോയിരുന്നു കുറച്ച്. അപ്പോൾ ഞാൻ ഈ പ്രിന്റ് ഇപ്പം എവിടെ കണ്ട് ശരിയാവില്ല പറഞ്ഞത്, എന്താ സംഭവം എനിക്കറിയില്ല. നേരെ എമർജൻസി അല്ല ഈ എന്താ ഇൻഡക്ഷൻ കുക്കർ അയച്ചപ്പോൾ ഞാൻ ഒരുപാട് നോക്കി, എവിടെ സാധനം സംഭവം കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് കാണില്ല, ഒരു പ്രിന്റ് പോയ സംഭവം പെട്ടെന്ന് കാണില്ല. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ചെക്ക് ചെയ്യാൻ കുറച്ച് ബാക്കിലേക്ക് ആയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സാധനം ഫുള്ള് നോക്കി, മൾട്ടിമീറ്ററൊക്കെ ഉണ്ടായിരുന്നു, മൾട്ടിമീറ്റർ ഉണ്ട്, നോക്കി ഒരു കുഴപ്പമില്ല. ഞാൻ ചെക്ക് ചെയ്ത് എങ്ങനെയാ വെച്ചാൽ ഇവിടുന്ന് നമ്മുടെ പ്ലഗ് കുത്തി കൊടുക്കണോടത്തുനിന്ന് ഒക്കെ ചെക്ക് ചെയ്ത്, വയറൊക്കെ ചെക്ക് ചെയ്ത്, വയറിനൊന്നും ഒരു പ്രശ്നമില്ല. ലാസ്റ്റ് അടച്ചിട്ട് ഓണാക്കിയപ്പോൾ സാധനം ഓണാവില്ല. അതിൽ ലാസ്റ്റ് വീണ്ടും തുറന്നിട്ട് നോക്കുമ്പോൾ കുറേ ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് നോക്കി, അരമണിക്കൂറിൻ്റെ അടുത്തായിരുന്നു നോക്കുമ്പോൾ അതിൽ ഈ ഇതാണ് സംഭവം, ഒരു ചെറിയ പ്രിൻറ്റിൻ്റെ പ്രശ്നമാണ്. അത് ഞാനൊരു മറ്റേ ജമ്പർ ചെയ്തു, അതായത് നമ്മുടെ ഒരു ചെമ്പ് കമ്പി കിട്ടും, ഈ നമ്മുടെ റേഡിയോ കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണാം ഒരു ഇൻസ്റ്റാലേഷൻ ചെയ്തൊരു ചെമ്പ് കമ്പി ഉണ്ട്. അത് ഒരുപാട് ഇതിലുണ്ടാവും, അതായത് നല്ല തടിച്ചിട്ടുണ്ടാവും, കെ വി കോർപ്പറേഷനിലുണ്ടാവും. ചെറിയ ഫാന് ഇവിടെ ഉണ്ടാവും. ടോർച്ചില്ല വേറെ, എന്നാ ഇതെടുത്തോ. അതിൽ ഞാൻ നോക്കുമ്പോൾ ചെറിയ ജമ്പ് ചെയ്തു, അപ്പോൾ സംഭവം റെഡി, എപ്പോഴും ഓടുന്നുണ്ട് സാധനം. ഇനിയിപ്പോൾ അതൊക്കെ കേടാണ് വിചാരിച്ചു, നമുക്കതിൻ്റെ ബോർഡ് മാറ്റാം. ഈ സാധനം പുറത്ത് നേരാക്കാൻ എങ്ങനെയും 500 രൂപ 600 രൂപ വരും, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതാക്കി 300-ന് കുറയ്ക്കണ്ടായി. ചെറിയ കേടൊക്കെ ആണെങ്കിൽ അപ്പോൾ ഒരു റെസിസ്റ്റർ അല്ലെങ്കിൽ എങ്ങനത്തതായാലും ചെറിയ ബോർഡൊക്കെ ആണെങ്കിൽ ചെറിയ കമ്പോണൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് വേറെ ഒന്നുണ്ട്, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, അതായത് കുറച്ച് വലിയ കമ്പോണൻസ് ഒക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, അത് ഓഫായിട്ടോ, അത് അത്യാവശ്യത്തിന് വേണ്ടി വരും. അപ്പോൾ നമുക്ക് അതൊക്കെ ചിലപ്പോൾ റെസിസ്റ്റർ പറഞ്ഞാൽ കറണ്ട് തടഞ്ഞു നിർത്തുന്നതാണ്, അതായത് കൂടുതൽ വോൾട്ടേജ് വരുന്നതിന് കമ്മിയാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വിടാനുള്ള ഒരു പ്രവണതയാണ് ആ സാധനം ചെയ്യുക. ആ റെസിസ്റ്ററിന് 1 രൂപ എടുക്കും. പക്ഷേ ആ റെസിസ്റ്റർ മാറ്റി വയ്ക്കാൻ, അത് എവിടെയെന്നുള്ളത് നമുക്ക് നോക്കിയാൽ, റെസിസ്റ്റർ കൂട്ടി നമുക്ക് നോക്കിയാൽ കാണാം, അത് എവിടെയെന്നുള്ളത് മാറ്റി വയ്ക്കാൻ. കൂടുതൽ ഞാൻ പറയാണ്, കൂടുതൽ ഞാൻ പഠിച്ചിട്ടില്ല, കുറച്ച് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ചെറുതായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ കേട് വന്നാലും പെട്ടെന്ന് മാറ്റാം. ഞാൻ അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു മിക്സി നേരാക്കി കണ്ടില്ലെങ്കിൽ, മിക്സി എന്താ ഉണ്ടായത്, മിക്സി അതിൻ്റെ ആ സ്വിച്ച് ഇങ്ങനെ വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല, അടിയിൽ ഓവറോഡ് സ്വിച്ച്. അപ്പോൾ ആ സാധനം ഞാനിപ്പോൾ നോക്കുമ്പോൾ 20 രൂപയാണ്. നമ്മൾ പുറത്ത് നേരൊക്കെ കൊടുക്കുമ്പോൾ ഒരു 150 രൂപ എങ്ങനെയാവും, ഒരു സർവീസ് ചാർജ് എല്ലാം ആണല്ലോ, 150 രൂപ എങ്ങനെയാണ് അവർ കൊടുക്കണേ കൊണ്ടല്ല, അതല്ല ഞാൻ പറയുന്നത്, കൊടുക്കണേ കൊണ്ടല്ല, നിങ്ങൾ എത്ര വേണമെങ്കിലും കൊടുത്തോ പൈസ, കൊടുക്കണേ കൊണ്ടല്ല. പക്ഷേ നമുക്ക് ചെറിയ വീട്ടമ്മമാരുണ്ടാവും, ഞാൻ പറഞ്ഞുതരാം, ചെറിയ വീട്ടമ്മമാരുണ്ടാവും. ഈ അരയ്ക്കണ സമയത്ത് മിക്സി എപ്പോഴാണ് നിൽക്കുകയെന്ന് അറിയില്ല, ഓവർലോഡായാലും ശരി, ഓവർലോഡ് അല്ലെങ്കിൽ ശരി, വോൾട്ടേജ് കയറിയ അതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് നിൽക്കും. അപ്പോൾ ചിലപ്പോൾ ഈ വീട്ടമ്മമാരിലെ വീട്ടച്ഛനായാലും വീട്ടുമകനായാലും വീട്ടുമരുമകളെ ആരായാലും ഈ സാധനം പെട്ടെന്ന് നിന്ന് പോകും. അടിയിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ശരിയാവില്ല, അടിയിൽ നിന്ന് ഈ സ്വിച്ച് അമർത്തും, നമ്മൾ അത് റെഡിയാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് അവിടെ മാറ്റി വയ്ക്കും. ചിലപ്പോൾ അയൽപ്പക്കത്തേക്ക് വരയ്ക്കാം, ചിലപ്പോൾ അവിടെ അത് ആൾക്കാരുണ്ടായിക്കൊള്ളണം എന്നില്ല, അയൽപ്പക്കം കുറച്ച്, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദൂരം കൊണ്ടുവരും അയൽപ്പക്കത്തേക്ക്. ഇതെന്ത് കുട്ടിക്ക് എന്തായാലും കൊണ്ടുപോകണം, സ്കൂളിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ ഭർത്താവിന് പണിക്ക് പോകാനാണ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകണം, ചോറാണെങ്കിൽ വെച്ചിട്ടില്ല, കാരണം കുറച്ച് നേരത്തെ നീക്കാൻ കുറച്ച് വൈകി, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഇത് ഉണ്ടാക്കാച്ചിട്ടായിരുന്നു എന്നൊക്കെ ആ സംഭവത്തിൽ കരയ്ക്കാവും. അപ്പോൾ നിങ്ങൾക്ക് ആ സംഭവം ചെറിയൊരു സംഭവമൊക്കെയാണ്, ഇത് പെട്ടെന്ന് ഓവർലോഡേ വരുള്ളൂ അതിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് അഴിക്കാൻ ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ മാത്രം മതി. സാധനം അഴിച്ച് അപ്പുറത്തെ എവിടെയെങ്കിലും ഒരു ഇലക്ട്രോണിക്സ്, നിങ്ങൾക്ക് ഞാൻ പറയുകയാണെങ്കിൽ എപ്പോഴും ഒരു 20 രൂപയുടെ ഒരു സ്റ്റാർട്ടർ മേടിച്ച് വയ്ക്കുകയാണ്, അതായത് ഓവർലോഡ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ മതി. മിക്സർ അത് കൊണ്ടുപോയി കാണിക്കണം, അല്ലെങ്കിൽ ഓരോന്നിനും ഓരോ മോഡലുണ്ടാവും, ചിലതിന് ചില മോഡലുണ്ട്. സാധാ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു എന്താ ഗ്രൈൻഡർ മിക്സിക്ക് ആണെങ്കിൽ എല്ലാത്തിനും ഒരേ മോഡലും ഒരേ വില വരുള്ളൂ, വില ഒരുപാടുണ്ട്, ഒരേ മോഡലേ വരുള്ളൂ. അത് 2 എണ്ണം മേടിച്ച് വെക്കേണ്ടത് നല്ലത്. എന്തെങ്കിലും ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യം എടുക്കായി, വീട്ടമ്മമാർക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്പം പ്ലഗിൽ നിന്ന് അൺപ്ലഗ് ചെയ്യുക, പ്ലഗ് ഊരുക, സ്വിച്ച് ഊരിയതിന് ശേഷം, അതായത് നിങ്ങൾ ഇത് അൺപ്ലഗ് ചെയ്യുക, പ്ലഗ് ബോർഡിൽ നിന്ന് വയറെടുത്തതിന് ശേഷം ഈ സാധനം എങ്ങനെയില്ലെങ്കിലാണ് പറഞ്ഞു ഇതിന് ഒരു എന്താ പറയുക, ഒരു നമുക്ക് ഈ സാധനം ഓൺ ആവണില്ല, ഓഫ് ആവണില്ല, ഞങ്ങളുമില്ല, ഒരു റീപ്ലേ ഇല്ലെങ്കിലാണ് പറഞ്ഞു. ഈ സാധനം 4 സൈഡ് ഉണ്ടാവും സ്ക്രൂ, ആ സ്ക്രൂ അഴിക്കുക, മിക്സി കമത്തി വെച്ചിട്ട് ഈ സാധനം അഴിക്കുക, ഈ സാധനങ്ങൾ എടുക്കുക, എന്നിട്ട് അത് ആ അടപ്പിൽ തന്നെ ഉണ്ടാവും, നമ്മൾ ഈ പുറത്ത് എടുക്കുന്ന അടപ്പിൽ തന്നെ ഉണ്ടാവുക. അതിൻ്റെ വീഡിയോ നോക്കി അറിയാം നിങ്ങൾക്ക് എന്താ സംഭവം, എങ്ങനെ സംഭവം വീഡിയോ നോക്കിയാൽ അതതിൽ വിൽക്കുക സംഭവത്തിൽ. വയറുകളൊന്നും മാറിയ പ്രശ്നമില്ല കേട്ടോ, വയറുകളൊന്നും പൊട്ടാതെ നോക്കിയാൽ മതി.
ആദ്യം തന്നെ നിങ്ങളൊരു ഫോട്ടോ എടുത്ത് വയ്ക്കിയത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഇനി ഒന്നും വേണ്ട, ആദ്യം ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം ജെമിനിയോട് ചോദിച്ചാൽ മതി. നിങ്ങൾ ജെമിനിയോട് എടുത്തിട്ട് എങ്ങനെ ഫിറ്റ് ചെയ്ത് എന്തിനുള്ളതാണെന്നൊക്കെ ചോദിച്ചാൽ മതി. അത് മോഡൽ എത്ര ഇത് ഫിറ്റ് ചെയ്താൽ കുഴപ്പമുണ്ടോ. ഞാൻ ചില കാര്യങ്ങൾ ജെമിനിയോട് ചോദിക്കുകയും ചെയ്യും. അതിപ്പോൾ 1 മാസം 2 മാസമായിട്ടുള്ള ഞാൻ ജെമിനിയെ പരിചയം. ചില കാര്യം ജെമിനിയോട് ചോദിക്കുകയും. അപ്പോൾ ജെമിനി പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയണത് അറിയാം, എന്നിട്ട് എല്ലാവർക്കും നല്ല, അതായത് ഒരാൾ ബുദ്ധിമുട്ടരുത് ലോകത്ത്. ഈ സംഭവം ഇല്ലാണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും വലിയ വലിയ പണക്കാരൊക്കെയാണ് വിചാരിച്ചത്. വലിയ വലിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് പെട്ടെന്നൊന്ന് മേടിക്കാം. ഒരു മിക്സിക്ക് ഇപ്പോൾ എത്ര 2000-2500 രൂപ ഉണ്ടാവും കുറഞ്ഞത്. അവർക്ക് പെട്ടെന്ന് പോയിട്ടൊന്ന് മേടിക്കാം. ഇനി കട തുറന്നില്ലെങ്കിൽ ഫോൺ ചെയ്ത് വിളിച്ച് വെച്ചിട്ടെങ്കിൽ ആ കട തുറന്നിട്ട് അവർ പോയി. സാധാരണക്കാരെന്ത് ചെയ്യാം? അപ്പോൾ അവർ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ 45 രൂപയുള്ളൂ, 30 to 45 രൂപ കുറഞ്ഞത്. ആ ഒരു സ്ക്രൂ ഡ്രൈവറും അല്ലെങ്കിൽ വേറെ സ്റ്റാർ അതിനൊരു 10-20 രൂപ ഉണ്ടാവുള്ളൂ. ആ ഒരു സ്ക്രൂ ഡ്രൈവറും 2 സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ തിരിച്ചിട്ട് ഇടാൻ പറ്റുന്ന സാധനമായാലും ഉണ്ട്. ഒരു ടെസ്റ്റർ, ഒരു സ്ക്രൂ ഡ്രൈവർ. ടെസ്റ്റർ പറഞ്ഞാൽ നമ്മൾ ഈ കറണ്ട് ടെസ്റ്റ് ചെയ്യാനാണ്. ഇതിൽ കറണ്ട് വരുന്നുണ്ടോ ഇല്ല എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന്, അതേപോലെ സ്ക്രൂ ഡ്രൈവർ ഒന്ന്, ഇനി ഒന്നും വേണ്ട, ഒരു സ്ക്രൂ ഡ്രൈവർ മാത്രം മതി. പിന്നെ ചെറിയൊരു അത് കൈകൊണ്ട് പിടിച്ച് തിരിക്കാവുന്നതന്നെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ, അപ്പോൾ 2 കാര്യം പറഞ്ഞില്ലേ. പിന്നെ ഇനിയിപ്പോൾ എന്താ പറയുക, അപ്പോൾ അത് പറഞ്ഞു. ഇനി എൻ്റെ കൈയിൻ്റെ കാര്യം. കൈ കുറച്ച് ദിവസമായിട്ട് വേദന ഉണ്ടായിരുന്നു, എങ്ങോട്ടും പോയിട്ടില്ല, പണിക്ക് പോയിട്ടില്ല. ഇനിയിപ്പോൾ നാളെ ഒന്ന് ഇറങ്ങണം എന്നുണ്ട്. അപ്പോൾ നാളെ ഒന്ന് ഇറങ്ങി നോക്കട്ടെ. ഇത് ബൈക്കിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വണ്ടിയിൽ നിന്ന് വീണാണ്, ചെറുതായിട്ട് ചെരിഞ്ഞു. വണ്ടി പോകുമ്പോഴല്ല, അവിടെ നിർത്തിയതിന് ശേഷം ആണ് വണ്ടി ചെരിഞ്ഞത്. വണ്ടി ചെരിഞ്ഞപ്പോൾ ഞാനും കൂടി വണ്ടിയുടെ അടുത്ത് വീണു. അത് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ ഏതൊരു വണ്ടി സൈഡിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോൾ 2 വീലിൽ നിന്ന് സംഭവം അങ്ങനെ വീണതാണ്. ചെറുതായിട്ട് ഇവിടെ ഷർട്ടിൻ്റെ ഇവിടെ കീറിയായിരുന്നു. ഇപ്പോൾ തോട് വേനിക്കുന്നുണ്ട്, തലവേദന ഉണ്ടായിരുന്നു, പനി ഉണ്ടായിരുന്നു. വെള്ളം, നിങ്ങളിപ്പോൾ വെള്ളം കുടിച്ചോളൂ കേട്ടോ, ഇഷ്ടംപോലെ വെള്ളം കുടിച്ചോളൂ, നല്ല വെള്ളം, അല്ലെങ്കിൽ പനി കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചത് എവിടെയെങ്കിലും വീണതിന് ശേഷമാണോ തലവേനിക്കുന്നത്. അപ്പോൾ വെള്ളം കുടിക്കാണ്ടായപ്പോൾ തലവേദന വന്നു, മൂത്രത്തിൽ ഇൻഫെക്ഷൻ വന്നു, പഴുപ്പ്. എത്ര 2 ആഴ്ചയാണ് ഞാൻ പണിക്ക് പോകാതിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, 2 ആഴ്ച. ഇപ്പോൾ ഈ കയ്യിൻ്റെ വേദന മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ കുറച്ച് കുറവുണ്ട്. ചിലപ്പോൾ എക്സ്റേ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാൽ എന്തായാലും എക്സ്റേ എടുക്കണം. ചൂട് പിടിക്കാൻ എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ നാളെ ഒന്ന് ഇറങ്ങി നോക്കണം. പറഞ്ഞ് കുറേ ദിവസമായി ഇറങ്ങിയിട്ട്, 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ആയി ഇറങ്ങിയിട്ട്. പിന്നെ അപ്പോൾ അങ്ങനെ ഇനി ഉറക്കം വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, വീഡിയോ എടുത്തിട്ട്, വേറെ നല്ല ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. ടെൻഷൻസ് അങ്ങനെയല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ, വൈഫ്, കുട്ടി, ഇത് ഈ ഇവിടെ ഉണ്ട്. അപ്പം അങ്ങനെ, അപ്പോൾ വീടിൻ്റേതായിട്ടുള്ള കുറച്ച്. അപ്പോൾ രാത്രിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം, ശുഭദിനം. എന്തെങ്കിലുമൊക്കെ പറയാൻ ഇങ്ങനെ ആലോചിക്കും, എന്താ പറയാനുള്ളത്, കുറേ പറയാനുണ്ടല്ലോ, എന്താ പറയാമെന്ന് ആലോചിക്കും. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എന്താ അറിയും, നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് നിങ്ങൾ എൻ്റെ അടുത്തുള്ള പോലെ തോന്നും. നിങ്ങളോട് എത്ര സംസാരിച്ചാലും മതിയാവുന്നില്ല. ഞാനത് ലൈവിൽ വരുമ്പോൾ പറയാറില്ലേ, എത്ര പറയുമ്പോഴും മതിയാവുന്നില്ല. ഞാനിപ്പോൾ ശരി, ഇപ്പോൾ പോവാം, ശരി, അത് ഞാനിപ്പോൾ ഒരാളോട് സംസാരിക്കാനും അങ്ങനെ തന്നെ. കാരണം എനിക്കങ്ങനെ ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ വേറെ തറുത്ത് പറയാനൊക്കെ അറിയില്ല. എല്ലാവരോടും എല്ലാവരും എൻ്റെ അടുത്തുള്ള പോലെ തോന്നും. സത്യം കേട്ടോ, എല്ലാവരും അടുത്തുള്ള പോലെ തോന്നും. പക്ഷെ ഉറക്കം വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടാണെന്ന് അറിയാം. ഇനിയിപ്പോൾ രാത്രി ആണ്, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഇനി വീഡിയോ എഡിറ്റ് ചെയ്യണം. ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി. നാളെ ഒരു 7 മണിക്ക് പോകേണ്ടതാണ്, 7:30 പോകേണ്ടതാണ്. നാളെ വണ്ടി സ്റ്റാർട്ടാകുമോയെന്ന് അറിയില്ല. ഇന്നത്തെ സ്റ്റാർട്ടായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി അടിക്കാനുള്ള സമയമില്ല. അപ്പോൾ ബസ് കൊണ്ടുവരും. നാളെ രാവിലെ ഒന്ന് നേരത്തെ നീച്ച് നോക്കണം വണ്ടി സ്റ്റാർട്ടാവണുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. ഇനി ഇതിന് ഒരുപാട് പണിയുണ്ട്. വീഡിയോ നമ്മൾ എടുക്കുക മാത്രമല്ല, സംസാരിക്കുക മാത്രമല്ല, ഇതിൽ വോയിസ് ഓഫ്, അതായത് ഇതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കേണ്ടി വരും, ഇടയ്ക്കിടയ്ക്ക് അതിൽ ചിത്രങ്ങൾ കൊടുക്കേണ്ടി വരും. എനിക്ക് അതിനൊന്നും വയ്യ. നേരെ നിങ്ങൾ കേൾക്കുക, എല്ലാവരും കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും, എല്ലാ ജനങ്ങൾക്കും, എല്ലാ നല്ലവരായ നാട്ടുകാർക്കും, കൂട്ടുകാർക്കും, വീട്ടുകാർക്കും, ബന്ധുക്കാർക്കും, സ്വന്തക്കാർക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ്.